ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നലെ കുറച്ച് മീനൊക്കെ മേടിച്ചു. മീൻ മേടിച്ചപ്പോൾ ഓർത്തു കറി വെക്കണോ പൊരിക്കണോ എന്ന്. അപ്പം വൈഫിനോട് ചോദിച്ചാൽ പറഞ്ഞ് പൊരിച്ചാൽ മതിയത്. കാര്യം മീൻ പൊരിച്ച കൂട്ടി ചോറിടുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെ അല്ലേ? ഹോട്ടലിലൊക്കെ ചെന്നാൽ മീൻ വറുത്ത വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം നല്ല രീതിയിൽ ഇച്ചിരി മീൻ വറുത്ത കൂട്ടി ചോറിടണം എന്ന് വിചാരിച്ചു. അപ്പം മീനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മേടിച്ചത് കേരമീനാണ്. ഇതേപോലെ നല്ല കഷ്ണമായിട്ട് മുറിച്ചെടുക്കാൻ പറഞ്ഞു. അപ്പോൾ വലിയ കനമില്ല, ഇത് കണ്ടു. ഈ ഒരു കനത്തിലാണ് അത് മുറിച്ചെടുത്തിരിക്കുന്നത്. ഏതായാലും നമുക്കിത് നല്ലപോലെ അങ്ങ് പൊരിച്ചേക്കാം. അപ്പോൾ മീൻ പൊരിക്കാനുള്ള മസാലയൊക്കെ അങ്ങോട്ട് എടുക്കാം. ഒരു 10-15 കൊച്ചുള്ളി ആദ്യമേ ജാറിലോട്ട്, അതുപോലെ 2 കുടം വെളുത്തുള്ളി. അപ്പം മീൻ അത്ര ഉള്ളതുകൊണ്ടാണ് നമുക്കിത്ര എടുക്കേണ്ടതെന്ന്. ഇതേപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അതുകൊണ്ട് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില. അപ്പോൾ ആദ്യമേ നമുക്ക് ചെയ്യാനുള്ളത് ഇതെല്ലാം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക എന്നുള്ളതാണ്. ഇത് അരച്ചോണ്ടിപ്പോൾ അപ്പം ഇതേപോലെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ അരഞ്ഞ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു സ്പൂൺ വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടി. ഈ അരച്ചെടുക്കുന്നത് നമുക്ക് ഈ ബൗളിലോട്ട് ഇട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മുളക് പൊടി വേണം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഇതാകുമ്പോൾ നല്ല കളറൊക്കെ കിട്ടും. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അടുത്തായിട്ട് വേണ്ടത് 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടിയാണ്. അവിടെ അങ്ങോട്ടിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ പെരുജീരകപ്പൊടി അവിടെ അങ്ങോട്ടിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഇതിൻ്റെ എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് വേണം. ഇത് കുറച്ച് വാളപ്പുളിയുടെ വെള്ളമാണ് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. നാരങ്ങാ നീരോ അതുപോലെ വിനാഗിരിയോ ഏത് വേണേലും ഇതിൻ്റെ അകത്ത് ഒഴിക്കാവുന്നതാണ്. ഇത് നമുക്ക് ഒരല്പം ഈ പുളിവെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് അവിടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് മീനുള്ളതും ഈ അരപ്പിനുള്ളതുമായ ഉപ്പ് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി. അപ്പം മീൻ പൊരിക്കാനുള്ള മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. പുളിവെള്ളം നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. ആ ഒരു വെള്ളത്തിൽ വേണം ഇതിങ്ങനെ കറക്റ്റ് ഒന്ന് അയച്ചെടുക്കാനായിട്ട്. ഈ ഗ്രേവിക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. പിന്നെ മീനൊക്കെ ഉപ്പിട്ടൊക്കെ കഴുകിയെടുക്കുന്നതെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കാണുമല്ലോ മീൻ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ മീൻ ഓരോന്ന് ഇതിൻ്റെ അകത്തോട്ട് പെരക്കിടാം. ഇനി നമുക്കിതെല്ലാം ഈ മസാല എല്ലാം ഇതിലോട്ട് തേച്ച് പിടിപ്പിക്കണം. ഈ മീൻ നമുക്ക് വരഞ്ഞെടുക്കേണ്ട കാര്യമില്ല. കാര്യം എന്നാ പറയും, ഇതുണ്ടല്ലോ ഇത് ഇത്ര കനവേ ഉള്ളൂ. കനം കൂടുതൽ വല്ലതും വരുന്ന മീനാണെങ്കിൽ ഒന്ന് വരഞ്ഞിട്ട് മസാല തേച്ച് വെക്കണം. തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ബാക്കി വന്ന ഈ മസാല നമുക്ക് ആവശ്യമുണ്ട്. തൽക്കാലം ഇത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഈ മീൻ ഏകദേശം ഒരു 1/2 മണിക്കൂറെങ്കിലും ഒന്ന് ഇരിക്കട്ടെ. കാര്യം മസാലയൊക്കെ ഒന്ന് പിടിക്കണ്ടേ. ഇപ്പോൾ ഏകദേശം ഒരു 1/2 മണിക്കൂർ അടുത്തായി കേട്ടോ. അപ്പം ഞാൻ ഫ്രിഡ്ജിലൊന്നും അല്ല വെച്ചിരുന്നത്, ഇങ്ങനെ തന്നെയാണ് മൂടി വെച്ചിരുന്നത്. ഇത് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അടുപ്പ് കത്തിച്ച ശേഷം ഇതേപോലെ പാത്രമാണ് ഞാൻ വെക്കുന്നത്. ഇതാകുമ്പോഴത്തേക്ക് 5 എണ്ണം ഇറക്കി അങ്ങോട്ട് വെക്കാം. ഒറ്റ ട്രിപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നേരത്തെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ ചൂടായ ശേഷം നമുക്ക് ഈ മീൻ അങ്ങോട്ട് കറക്കിയിടും. എണ്ണയൊക്കെ ഇങ്ങനെ മുകളിലോട്ട്
നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഒരു ഭാഗം ഫ്രൈ ആയാൽ എന്താ വേണ്ട കരിയാപ്പിലയും കൂടെ ഇത് ഇപ്പം നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമ്മുടെ ആവശ്യത്തിന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളത് കേട്ടോ. എണ്ണയൊക്കെ വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ ചരിച്ച് വെച്ച് ഒഴിക്കുന്നത്. അപ്പോൾ തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് നമ്മുടെ ആവശ്യത്തിന് പൊരിച്ചെടുക്കുക. ഒരെണ്ണം മുറിഞ്ഞു പോയി. ചട്ടത്തിൽ മറിച്ചിട്ടപ്പോഴത്തേക്കും മുറിഞ്ഞു പോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടത്തിന് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു അത്യാവശ്യം മീഡിയം രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. മീനൊക്കെ വെന്തിട്ടുമുണ്ട് കേട്ടോ. ഈ മീൻ ഒരു സൈഡിലോട്ട് മാറ്റാം. ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഞാൻ എണ്ണ എടുത്തുള്ളൂ. കണ്ടില്ലേ, എണ്ണ കൂടുതലുണ്ടെങ്കിൽ തന്നെ കുറച്ചെടുത്ത് മാറ്റിയിട്ട് ഈ ബാക്കി വന്ന അരപ്പ് ഈ നടുക്കോട്ട് നമുക്ക് ഈ കുറച്ച് വെച്ചിട്ട് ഈ അരപ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് നല്ലപോലെ ഒന്ന്, അതായത് ഈ അരപ്പിൻ്റെ പച്ചച്ചോ മാത്രം വരെ ഒന്ന് ഇളക്കിയെടുക്കും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. 2-3 മിനിറ്റ് ഈ അരപ്പ് ഇതിൻ്റെ അകത്ത് നല്ലപോലെ, അതായത് ഇതിൻ്റെ പച്ചച്ചോ മാറുന്നില്ല, ഈ അരപ്പൊക്കെ ഒന്ന് വേഗം ചെയ്യും. ഈ അരപ്പ് നമ്മൾ ഈ മീനോട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇങ്ങനെ അങ്ങോട്ട് കോരിയെടുക്കും. പല രീതിയിലൊക്കെ നമ്മൾ മീൻ പൊരിക്കുകയൊക്കെ ചെയ്യും അല്ലേ. ഈ രീതി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അല്ലാതെ ചെയ്തു നോക്കണം. കാരണം അപാര ടേസ്റ്റ് തന്നെയാണ് ഇത്. ഇപ്പോൾ ഈ മീനൊന്നല്ല, ഇപ്പോൾ ഏത് മീനായാലും ഇതുപോലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരു കാര്യമുണ്ട്, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ നമുക്ക് പെട്ടെന്ന് വരാം. ബായ്.